ഓം ശാന്തി. 3/1/26 പ്രഭാതമുരളി. ബാബ് ദാദ, മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ഇത് ബ്രഹ്മാവിൻ്റെ മതമാണോ അതോ ശിവ് ബാബയുടേതാണോ എന്നതിൽ കുഴങ്ങിപ്പോകാതിരിക്കൂ. ചോദ്യം: നല്ല ബ്രെയിൻ ഉള്ള കുട്ടികൾക്ക്, അതായത് നല്ല ബുദ്ധിശാലികളായ കുട്ടികൾക്ക് ഏതൊരു ഗുഹ്യ കാര്യം സഹജമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഉത്തരം: ബ്രഹ്മബാബ മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുകയാണോ അതോ ശിവ് ബാബയാണോ എന്ന കാര്യം നല്ല ബുദ്ധിയുള്ളവർ സഹജമായി തന്നെ മനസ്സിലാക്കും. പലരും ഇതിൽ തന്നെയാണ് കുഴങ്ങിപ്പോകുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, ബാബ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണ്. നിങ്ങൾ കുഴങ്ങിപ്പോകരുത്. ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ബ്രഹ്മാവിൻ്റെ മതത്തിനും റെസ്പോൺസിബിളായത് ശിവ് ബാബയാണ്. ഓം ശാന്തി. ആത്മീയ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ബ്രാഹ്മണരായ നമ്മൾ തന്നെയാണ് ആത്മീയ പിതാവിനെ തിരിച്ചറിഞ്ഞത്. ആരെയാണോ ഗോഡ് ഫാദർ അഥവാ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നത്, ആ ആത്മീയ പിതാവിനെ ലോകത്തിൽ ആരും അറിയുന്നില്ല. ആ ആത്മീയ പിതാവ് വരുമ്പോൾ തന്നെയാണ് ആത്മീയ കുട്ടികൾക്ക് തിരിച്ചറിവ് നൽകുന്നത്. ഈ നോളജ് സൃഷ്ടിയുടെ ആദിയിലും ഉണ്ടായിരിക്കുന്നില്ല, സൃഷ്ടിയുടെ അന്തിമത്തിലും ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോളജ് ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് സൃഷ്ടിയുടെ അന്തിമത്തിൻ്റെയും ആദിയുടെയും സംഗമയുഗം. ഈ സംഗമയുഗത്തെയും അറിയുന്നില്ല. അപ്പോൾ ബാബയെ എങ്ങനെ അറിയുവാൻ സാധിക്കും? ഹേ പതീത പാവന, വരൂ, വന്ന് പാവനമാക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പതീത പാവനൻ ആരാണ്? ആ ഒന്ന് എപ്പോൾ വരും അതറിയില്ല. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ ആരും തന്നെ അറിയുന്നില്ല. എപ്പോഴാണോ ഞാൻ വന്ന് തിരിച്ചറിവ് നൽകുന്നത്, അപ്പോഴാണ് എന്നെ അറിയുന്നത്. ഞാൻ എൻ്റെയും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെയും പരിചയം സംഗമയുഗത്തിൽ ഒരേ ഒരു തവണ വന്ന് നൽകുന്നു. കൽപ്പത്തിനു ശേഷം വീണ്ടും വരുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിച്ചു തരുന്നുവോ അത് വീണ്ടും പ്രായേണ ലോപിക്കുന്നു. സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെ ഒരു മനുഷ്യനും പരംപിത പരമാത്മാവായ എന്നെ അറിയുന്നില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെ അറിയുന്നില്ല. എന്നെ മനുഷ്യർ തന്നെയാണ് വിളിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു ശങ്കർ വിളിക്കുന്നില്ല. മനുഷ്യർ ദുഃഖിതരാകുമ്പോഴാണ് വിളിക്കുന്നത്. സൂക്ഷ്മവദനത്തിൻ്റെ കാര്യം തന്നെയില്ല. ആത്മീയ അച്ഛൻ വന്ന് തൻ്റെ ആത്മീയ കുട്ടികൾക്ക്, അതായത് ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശരി, ആത്മീയ പിതാവിൻ്റെ നാമം എന്താണ്? ബാബ എന്നാരെയാണ് പറയുന്നത്? തീർച്ചയായും ഒരു നാമം ഉണ്ടാകുമല്ലോ. തീർച്ചയായും നാമം ഒന്ന് തന്നെയാണ് പാടുന്നത്, ശിവൻ. ഇത് പ്രശസ്തമാണ്. പക്ഷേ മനുഷ്യർ അനേകം നാമങ്ങൾ വയ്ക്കുന്നു. ഭക്തിമാർഗത്തിൽ തൻ്റെ തന്നെ ബുദ്ധി കൊണ്ട് ഈ ലിംഗരൂപം ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നാമം ശിവം എന്നാണ്. ബാബ പറയുന്നു, ഞാൻ ഒരു തവണ വരുന്നു, വന്ന് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നു. മനുഷ്യർ മുക്തിധാമം, നിർവാണധാമം എന്ന നാമം പറയുന്നു. പക്ഷേ ഒന്നും അറിയുന്നില്ല. ബാബയെയും അറിയുന്നില്ല, ദേവതമാരെയും അറിയുന്നില്ല.
ബാബ ഭാരതത്തിൽ വന്ന് എങ്ങനെയാണ് രാജധാനി സ്ഥാപിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ശാസ്ത്രങ്ങളിലും ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. പരംപിത പരമാത്മാവ് എങ്ങനെയാണ് വന്ന് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്? സത്യയുഗത്തിൽ ദേവതന്മാർക്ക് ജ്ഞാനമുണ്ടായിരുന്നു, അത് പിന്നെ മറഞ്ഞു പോയി, അങ്ങനെയല്ല. അഥവാ ദേവതമാരിലും ഈ ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ തുടർന്നു വരുമായിരുന്നു. ഇസ്ലാമി, ബൗദ്ധി ആദിയായവരുടെ ജ്ഞാനം തുടർന്നു വരുന്നു. ഈ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു എന്നത് എല്ലാവരും അറിയുന്നു. ഞാൻ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ഏത് ആത്മാക്കളാണോ പതീതമായി രാജ്യം പാഴാക്കിയിരിക്കുന്നത് അവരെ വന്ന് വീണ്ടും പാവനമാക്കി മാറ്റുന്നു. ഭാരതത്തിൽ രാജ്യമുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് പാഴാക്കിയത് അതും ആർക്കും അറിയില്ല. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളുടേത് എത്ര തുച്ഛബുദ്ധിയായിപ്പോയി. ഞാൻ കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകി പ്രാപ്തി തരുന്നു, പിന്നെ എല്ലാം മറന്നു പോകുന്നു. എങ്ങനെയാണ് ബാബ വന്നത്, എങ്ങനെയാണ് കുട്ടികൾക്ക് ശിക്ഷണം നൽകിയത്, അതെല്ലാം മറന്നു പോകുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ വലിയ ബുദ്ധി ആവശ്യമാണ്. ബാബ പറയുന്നു, ഈ ശാസ്ത്രങ്ങളും മറ്റും നിങ്ങൾ പഠിച്ചു വന്നത് സത്യയുഗത്തിലും ത്രേതായിലും പഠിക്കുന്നില്ല, അവിടെ ഉണ്ടായിരിക്കുന്നതേയില്ല. നിങ്ങൾ ഈ നോളജ് മറന്നു പോകുന്നു. പിന്നെ ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങൾ എവിടെ നിന്നും വന്നു? ആരാണോ ഗീത കേട്ട് ഈ പദവി നേടിയത് അവർ തന്നെ അറിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ അറിയുവാൻ സാധിക്കും? ദേവതമാർക്കും അറിയുവാൻ സാധിക്കുന്നില്ല നമ്മൾ മനുഷ്യനിൽ നിന്നും എങ്ങനെ ദേവതയായി എന്നത്. ആ പുരുഷാർത്ഥത്തിൻ്റെ പാർട്ട് തന്നെ അവസാനിച്ചു. നിങ്ങളുടെ പ്രാപ്തി ആരംഭിച്ചു. അവിടെ ഈ നോളജ് എങ്ങനെ ഉണ്ടാകുവാൻ കഴിയും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ നോളജ് നിങ്ങൾക്ക് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് പ്രാപ്തി നൽകപ്പെടുന്നു. പിന്നെ അവിടെയാണെങ്കിൽ ദുർഗതി ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ജ്ഞാനത്തിൻ്റെ കാര്യമേ വരുന്നില്ല. ജ്ഞാനം തന്നെ സദ്ഗതി നേടുവാൻ വേണ്ടിയാണ്. അത് നൽകുന്നവൻ ഒരു ബാബയാണ്. സദ്ഗതി എന്നും ദുർഗതി എന്നുമുള്ള വാക്ക് ഇവിടെ നിന്നാണ് വന്നത്. സദ്ഗതി ഭാരതവാസികൾ തന്നെയാണ് നേടുന്നത്. ഹെവൻലി ഗോഡ് ഫാദർ ഹെവൻ രചിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് രചിച്ചത് ഇതാർക്കും അറിയില്ല. ശാസ്ത്രങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നെഴുതിയിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് വീണ്ടും നോളജ് നൽകുന്നു. പിന്നെ ഈ നോളജ് സമാപ്തമാകുന്നു. അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. പകുതി കൽപ്പമാണ് ജ്ഞാനം, പകുതി കൽപ്പമാണ് ഭക്തി. ഇതും ആരും അറിയുന്നില്ല. സത്യയുഗത്തിലെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അറിയുവാൻ കഴിയും? 5000 വർഷത്തിൻ്റെ കാര്യമേ മറന്നുപോയി. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം എങ്ങനെ അറിയുവാൻ സാധിക്കും? ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. യുഗങ്ങൾ 4 4നും ഈക്വൽ ടൈമാണ് 1250 വർഷം. ബ്രാഹ്മണരുടേത് ഈ മിഡ്ജറ്റ് യുഗമാണ്, അതായത് തീരെ ചെറിയ യുഗമാണ്. 4 യുഗങ്ങളെക്കാളും വളരെ ചെറുതാണ്. അപ്പോൾ ബാബ ഭിന്ന ഭിന്ന രീതിയിൽ പുതിയ പുതിയ പോയിന്റ്സ് സഹജമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ധാരണ നിങ്ങൾക്കാണ് ചെയ്യേണ്ടത്.
പ്രയത്നം നിങ്ങൾക്കാണ് ചെയ്യേണ്ടത്. ഡ്രാമ അനുസരിച്ച് എന്താണോ മനസ്സിലാക്കിച്ചു വന്നത് ആ പാർട്ട് തുടർന്നു വരുന്നു. എന്താണോ പറഞ്ഞു തരേണ്ടിയിരുന്നത് അത് തന്നെയാണ് ഇന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എമർജായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെയാണ് ധാരണ ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും. എനിക്കാണെങ്കിൽ ധാരണ ചെയ്യേണ്ടതില്ല. നിങ്ങളെ കേൾപ്പിക്കുകയാണ്, ധാരണ ചെയ്യിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ പതീതരെ പാവനമാക്കുന്നതിൻ്റെ പാർട്ടുണ്ട്. എന്താണോ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിച്ചു തന്നിരുന്നത് അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു കേൾപ്പിക്കും എന്നത് ഞാൻ മുൻകൂട്ടി അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് വിചാരസാഗര മന്ഥനം ചെയ്യുന്നു. ഇദ്ദേഹമാണോ വിചാരസാഗര മന്ഥനം ചെയ്ത് കേൾപ്പിക്കുന്നത്, അതോ ബാബയാണോ കേൾപ്പിക്കുന്നത്? ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. ഇതിൽ വളരെ നല്ല ബ്രെയിൻ ആവശ്യമാണ്. ആര് സർവീസിൽ തൽപരരായിരിക്കുന്നുവോ അവർക്ക് തന്നെയായിരിക്കും വിചാരസാഗര മഥനം നടക്കുന്നുണ്ടാവുക. വാസ്തവത്തിൽ കന്യകമാർ ബന്ധനമുക്തമാണ്. അവർക്ക് ഈ ആത്മീയ പഠനത്തിൽ ഏർപ്പെടാം. ബന്ധനം ഒന്നും തന്നെയില്ല. കുമാരിമാർക്ക് നല്ല രീതിയിൽ എടുക്കുവാൻ സാധിക്കും. അതായത് ജ്ഞാനമെടുക്കുവാൻ സാധിക്കും. അവർക്ക് പഠിക്കുക, പഠിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അഥവാ കുമാരി നല്ല രീതിയിൽ ഈ നോളജ് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സെൻസിബിൾ ആയിരിക്കുമെങ്കിൽ ഈ ആത്മീയ സമ്പാദ്യത്തിൽ മുഴുകും. ചിലരാണെങ്കിൽ താല്പര്യത്തോടെ ലൗകിക പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ഒരു നേട്ടവുമില്ല എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഈ ആത്മീയ പഠനം പഠിച്ച് സർവീസിൽ മുഴുകൂ. ആ പഠനമാണെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. പഠിച്ച ശേഷം പോകുന്നത് ഗൃഹസ്ഥ വ്യവഹാരത്തിലേക്കാണ്. ഗൃഹസ്ഥികളായ മാതാക്കളായി മാറുന്നു. കന്യകമാരാണെങ്കിൽ ഈ നോളജിൽ മുഴുകേണ്ടതാണ്. ഓരോ ചുവടും ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ധാരണയിൽ മുഴുകണം. മമ്മ തുടക്കം മുതൽ വന്നു, പിന്നെ ഈ പഠനത്തിൽ മുഴുകി. എത്ര കുമാരിമാർ അപ്രത്യക്ഷമായി. കുമാരിമാർക്ക് നല്ല ചാൻസാണ്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ വളരെ ഫസ്റ്റ് ക്ലാസ്സായി മാറും. ഇത് ശ്രീമത്താണോ അതോ ബ്രഹ്മാവിൻ്റെ മതമാണോ? ഇതിൽ തന്നെയാണ് കുഴങ്ങിപ്പോകുന്നത്. എങ്കിലും ഇത് ബാബയുടെ രഥമാണല്ലോ. ഈ ഒന്നിലൂടെ എന്തെങ്കിലും തെറ്റുണ്ടായാൽ തന്നെ നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുമെങ്കിൽ ആ ഒന്ന് സ്വയമേ തന്നെ ശരിയാക്കിക്കൊള്ളും. ശ്രീമത്ത് ലഭിക്കുന്നതും ഇദ്ദേഹത്തിലൂടെയാണ്. ശ്രീമത്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സദാ മനസ്സിലാക്കണം. പിന്നെ എന്തുണ്ടായാലും സ്വയം റെസ്പോൺസിബിളാണ്. അതായത് ബാബ സ്വയം റെസ്പോൺസിബിളാണ്. ഇതിലൂടെ എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ബാബ പറയുന്നു, ഞാനാണ് റെസ്പോൺസിബിൾ. ഡ്രാമയിൽ ഈ രഹസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ഒന്നിനും നന്നാക്കുവാൻ സാധിക്കും. പിതാവാണല്ലോ. ബാബ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ കുഴങ്ങിപ്പോകുന്നു. അറിയാൻ കഴിയുന്നില്ല ശിവ് ബാബയാണോ പറയുന്നത് അതോ ബ്രഹ്മാവാണോ പറയുന്നത് എന്ന്. അഥവാ ശിവ് ബാബ തന്നെയാണ് മതം നൽകുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും കുലുങ്ങുകയില്ല. ശിവ് ബാബ എന്ത് മനസ്സിലാക്കിച്ചു തരുന്നുവോ അത് ശരി തന്നെയാണ്. നിങ്ങൾ പറയുന്നു, ബാബ അങ്ങ് തന്നെയാണ് നമ്മുടെ അച്ഛനും ടീച്ചറും ഗുരുവും. അപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. എന്ത് പറയുന്നുവോ അതനുസരിച്ച് നടക്കണം. എപ്പോഴും ശിവബാബയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കൂ. ആ ഒന്ന് മംഗളകാരിയാണ്. ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ആ ഒന്നിൻ്റെ മേലാണ്. ആ ഒന്നിൻ്റെ രഥമാണല്ലോ.
ഇത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമാണോ അതോ ശിവൻ്റേതാണോ അറിയില്ല എന്ന് എന്തിനു കുഴങ്ങിപ്പോകണം? ശിവ് ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ശ്രീമത് എന്തു പറയുന്നുവോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കൂ. മറ്റുള്ളവരുടെ മതത്തിലേക്ക് നിങ്ങൾ വരുന്നത് തന്നെ എന്തിനാണ്? ശ്രീമത് അനുസരിച്ച് നടക്കുന്നതിലൂടെ ഒരിക്കലും ഉറക്കം തൂങ്ങുകയില്ല. പക്ഷേ നടക്കുവാൻ സാധിക്കുന്നില്ല, കുഴങ്ങിപ്പോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ശ്രീമത്തിൽ നിശ്ചയം വയ്ക്കൂ, എങ്കിൽ ഞാനാണ് റെസ്പോൺസിബിൾ. നിങ്ങൾ നിശ്ചയമേ വയ്ക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാനും റെസ്പോൺസിബിൾ അല്ല. എല്ലായ്പ്പോഴും മനസ്സിലാക്കൂ, ശ്രീമത്ത് അനുസരിച്ച് നടക്കുക തന്നെ വേണം. ആ ഒന്ന് എന്ത് പറഞ്ഞാലും, സ്നേഹിച്ചാലും അടിച്ചാലും എന്നൊക്കെ ആ ഒന്നിനെക്കുറിച്ച് മഹിമയുണ്ട്. ഇതിൽ പുറംകാൽ കൊണ്ട് തൊഴിക്കുകയോ മറ്റോ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. എന്നാൽ ആർക്കെങ്കിലും നിശ്ചയം ഇരിക്കുന്നത് തന്നെ വളരെ പ്രയാസമാണ്. നിശ്ചയം പൂർണ്ണമായും ഇരിക്കുകയാണെങ്കിൽ കർമാതീത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ അവസ്ഥ വരുന്നതിനും സമയം ആവശ്യമാണ്. അതുണ്ടാകുന്നത് അന്തിമത്തിലാണ്. ഇതിൽ വളരെ ഇളകാത്ത നിശ്ചയം ആവശ്യമാണ്. ശിവബാബയിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാവുക സാധ്യമല്ല. ഇദ്ദേഹത്തിലൂടെ ഉണ്ടായേക്കാം. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. എന്നാൽ നിങ്ങൾ നിശ്ചയവും വെക്കണം. ശിവ് ബാബയാണ് മനസ്സിലാക്കിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നടക്കേണ്ടി വരും. അപ്പോൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. എങ്കിൽ തലകീഴായതും നേരെയായിക്കൊള്ളും. ചിലയിടങ്ങളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകുന്നു, തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ശിവ് ബാബയുടെയും ബ്രഹ്മ ബാബയുടെയും മുരളിയും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ബാബയാണോ പറഞ്ഞത് അതോ ഇദ്ദേഹമാണോ പറഞ്ഞത്? ബ്രഹ്മാവ് പറയുന്നതേയില്ല എന്നല്ല, പക്ഷേ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ ബ്രഹ്മാവ് ഒന്നും അറിയുന്നില്ല, ശിവ് ബാബ തന്നെയാണ് എല്ലാം കേൾപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശിവ് ബാബയുടെ രഥത്തെ സ്നാനം ചെയ്യിക്കുന്നു, ശിവ് ബാബയുടെ ഭണ്ഡാരയുടെ സർവീസ് ചെയ്യുന്നു. ഇത് ഓർമ്മയുണ്ടായിരുന്നാലും വളരെ നല്ലതാണ്. ശിവ് ബാബയുടെ ഓർമ്മയിലിരുന്ന് എന്ത് ചെയ്താലും വളരെയധികം പേരെക്കാൾ തീവ്രമായി പോകുവാൻ സാധിക്കും. മുഖ്യമായ കാര്യം തന്നെ ശിവ് ബാബയുടെ ഓർമ്മയുടേതാണ്. അൽഫും ബേയും, അതായത് ബാബയും സമ്പത്തും. ബാക്കിയെല്ലാം ഡീറ്റെയിലാണ്. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നുവോ അതിന്മേൽ അറ്റൻഷൻ നൽകണം. ബാബ തന്നെയാണല്ലോ പതീത പാവനും ജ്ഞാനത്തിൻ്റെ സാഗരവും. ആ ഒന്ന് പതീത ശൂദ്രന്മാരെ വന്ന് ബ്രാഹ്മണരാക്കുന്നു. ബ്രാഹ്മണരെ തന്നെയാണ് പാവനമാക്കുന്നത്, ശൂദ്രരെ പാവനമാക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഭാഗവതത്തിലോ മറ്റോ ഒന്നും ഇല്ല. കുറച്ച് വാക്കുകളുണ്ട്. രാധാകൃഷ്ണൻ തന്നെയാണ് ലക്ഷ്മി നാരായണൻ എന്നതും മനുഷ്യർക്കറിയില്ല, കുഴങ്ങിപ്പോകുന്നു. ദേവതമാർ സൂര്യവംശികളും ചന്ദ്രവംശികളുമാണ്. ലക്ഷ്മി നാരായണന്റെ ഡിനാസ്റ്റിയും സീതാരാമന്റെ ഡിനാസ്റ്റിയും. ബാബ പറയുന്നു, ഭാരതവാസികളായ സ്വീറ്റ് ചിൽഡ്രൻ ഓർമ്മിക്കൂ, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല, ഇന്നലത്തെ കാര്യമാണ്. നിങ്ങൾക്ക് രാജ്യം നൽകിയിരുന്നു, ഇത്രയും അളവറ്റ സ്വത്ത് നൽകി. ബാബ നിങ്ങളെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാക്കി. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? വിദ്വാൻമാർ, ആചാര്യന്മാർ, പണ്ഡിതന്മാർ തുടങ്ങി ആർക്കും തന്നെ ഈ കാര്യങ്ങൾ അറിയില്ല. ബാബ തന്നെയാണ് പറയുന്നത്, ഹേ ഭാരതവാസികളെ, നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകിയിരുന്നല്ലോ. നിങ്ങളും പറയും, ശിവ് ബാബ പറയുന്നു,
നിങ്ങൾക്ക് ഇത്രയും ധനം നൽകി, പിന്നെ നിങ്ങൾ എവിടെ പാഴാക്കി കളഞ്ഞു? ബാബയുടെ സമ്പത്ത് എത്ര പ്രബലമാണ്! പിതാവ് തന്നെയാണല്ലോ ചോദിക്കുന്നത്. അഥവാ പിതാവ് പോയി കഴിഞ്ഞു എങ്കിൽ ബന്ധുമിത്രാദികൾ ചോദിക്കുന്നു, പിതാവ് നിങ്ങൾക്ക് ഇത്രയും പൈസ നൽകി എല്ലാം എവിടെ പാഴാക്കി എന്ന്. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത പിതാവാണ്. ബാബ കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കി ഇത്രയും രാജ്യം നൽകി, പിന്നെ പൈസ എവിടെ പോയി? നിങ്ങൾ എന്തുത്തരം നൽകും? ആർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ ചോദിക്കുന്നത് ശരിയാണ്. എങ്ങനെ ഇത്രയും ദരിദ്രമായി? ആദ്യം സർവ്വതും സദോപ്രധാനമായിരുന്നു. പിന്നീട് കലകൾ കുറഞ്ഞു വന്നു. അപ്പോൾ എല്ലാം കുറയുവാൻ തുടങ്ങി. സത്യയുഗത്തിൽ സദോപ്രധാനമായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. രാധാകൃഷ്ണന്മാരെക്കാൾ ലക്ഷ്മി നാരായണന്മാർക്ക് കൂടുതൽ പേരാണ്. ഇവരുടെ അപകീർത്തിയൊന്നും എഴുതിയിട്ടില്ല. മറ്റെല്ലാവരുടെയും നിന്ന എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ഏതെങ്കിലും ദൈത്യനോ മറ്റോ, അതായത് അസുരനോ മറ്റോ ഉള്ളതായി പറയുന്നില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവയാണ്. ബാബ ജ്ഞാനധനത്താൽ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഈ മായയോട് സൂക്ഷിച്ചിരിക്കൂ. ശരി, മധുരമധുരമായ സീഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സെൻസിബിളായി സത്യമായ സേവനത്തിൽ മുഴുകണം. ഉത്തരവാദി ഒരു ബാബയാണ്. അതിനാൽ ശ്രീമത്തിൽ സംശയം ഉയർത്തരുത്. നിശ്ചയത്തിൽ ആടാത്തവർ ആയിരിക്കണം. വിചാരസാഗര മഥനം ചെയ്ത് ബാബയുടെ ഓരോ അറിവിൻ്റെ മേലും അറ്റൻഷൻ കൊടുക്കണം. സ്വയം ജ്ഞാനം ധാരണ ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. വരദാനം: തൻ്റെ അനാദിയും ആദിയുമായ റിയൽ രൂപത്തെ റിയലൈസ് ചെയ്യുന്ന സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കട്ടെ. ആത്മാവിൻ്റെ അനാദിയും ആദിയും രണ്ട് കാലത്തെയും ഒറിജിനൽ സ്വരൂപം പവിത്രമാണ്. അപവിത്രത ആർട്ടിഫിഷ്യലാണ്. ശൂദ്രരുടെ ദാനമാണ്. ശൂദ്രന്മാരുടെ സാധനങ്ങൾ ബ്രാഹ്മണർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ കേവലം ഇത് സങ്കൽപ്പിക്കൂ: അനാദിയിലെയും ആദിയിലെയും റിയൽ രൂപത്തിൽ ഞാൻ പവിത്ര ആത്മാവാണ്. ആരെ കണ്ടാലും അവരുടെ റിയൽ രൂപത്തെ നോക്കൂ. റിയൽ ആയതിനെ റിയലൈസ് ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ പവിത്രമായി ഫസ്റ്റ് ക്ലാസിൻ്റെയും എയർ കണ്ടീഷൻ്റെയും ടിക്കറ്റിൻ്റെ അധികാരിയായി മാറും. സ്ലോഗൻ: പരമാത്മാവിൻ്റെ ആശീർവാദങ്ങൾ കൊണ്ട് തൻ്റെ സഞ്ചി നിറയ്ക്കൂ. അപ്പോൾ മായയ്ക്ക് സമീപം വരുവാൻ സാധിക്കില്ല. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. മെജോറിറ്റി കുട്ടികളും ഇപ്പോൾ ഇരുമ്പിൻ്റെ ചങ്ങലകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ വളരെ മഹീനവും റോയലുമായ ചരടുകൾ ഇപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പലരും പേഴ്സണാലിറ്റി ഉള്ളവരായി ഫീൽ ചെയ്യുന്നു. സ്വയം തന്നിൽ നന്മകൾ ഇല്ല. എന്നാൽ ഈ തോന്നൽ ഉണ്ടാകുന്നു: നമ്മൾ വളരെ നല്ലവരാണ്, നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവൻ ബന്ധനത്തിൻ്റെ ചരട് മെജോറിറ്റിയിലും ഉണ്ട്. ബാബ്ദാദ ഇപ്പോൾ ഈ ചരടുകളിൽ നിന്നും മുക്തമായി ജീവൻ മുക്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓം ശാന്തി.
ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ ഉദ്യോഗം, എൻ്റെ വ്യാപാരം സുരക്ഷിതമാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു.
നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.